ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പം വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ഇട്ടളയാന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നവര മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ഈ കോവയ്ക്കയില്ലേ, വിഴുക്ക് വെക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്കാണ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതെന്ന് വെച്ചാൽ ഏതോ വീട്ടിലെ ടെറസിൻ്റെ മണ്ടയിൽ അവർ നട്ട് വളർത്തി ക്ലിയർ ചെയ്തതായിരുന്നു കേട്ടോ. അത് കാരണം അത് ഒരു ശകലം പോലും ഇങ്ങനെ പഴുത്തിട്ടില്ലായിരുന്നു. സാധാരണ നമ്മൾ ഈ കോവയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് മിക്കതും പഴുത്തിട്ടായിരിക്കും ഉണ്ടാവുക. അതെന്ന് വെച്ചാൽ നമുക്ക് മെഴുക്ക് പുരട്ടാനും കൊള്ളത്തില്ല, അത് പച്ചയ്ക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കഴിക്കുന്നവരുണ്ടാവും, പക്ഷേ എനിക്കെന്തോ ആ ഒരു കോവയ്ക്ക കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് വരിക. അത് കഴിഞ്ഞതിന് ശേഷം മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ പുറത്തുനിന്ന് നമ്മൾ തിരുമ്മി മേടിച്ചുകൊണ്ട് വരിക ചെയ്യുന്നത്. അത് കാരണം എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു തേങ്ങ വരും കേട്ടോ. പിന്നെ മീനിനെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ചൂടത്ത് സത്യം പറഞ്ഞാൽ അടുപ്പിൻ്റെ മുട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ടാസ്ക് കയറിയ പരിപാടിയാണ്. കാരണം അത്ര വെയിലും ചൂടും കാലാവസ്ഥയൊക്കെ മോശമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കിച്ചണിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ പുറത്ത് ഇറങ്ങി നിൽക്കുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടോ ആ കിച്ചൻ്റെ അകത്ത് നിൽക്കുന്നത്. നമ്മൾ ഈ ഗ്യാസിലെ ചൂടൊക്കെ അടിച്ചും പിന്നെ വിചാരിക്കും ഗ്യാസിലെ ചൂട് പിന്നെയും കൊള്ളാം. ചില ആൾക്കാരാണെങ്കിൽ പിന്നെ അടുപ്പിലൊക്കെ ആയിരിക്കും എല്ലാം വേവിക്കുന്നുണ്ടാവുക. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാനത് കിച്ചണിൽ നിന്ന് ചെയ്യുമ്പോൾ ഞാനത് ചിന്തിക്കാറുണ്ട്. കാരണം ഗ്യാസൊന്നും എല്ലാവർക്കും ഗ്യാസ് ഉണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഗ്യാസൊന്നും ഇല്ലാത്തവരുണ്ടാവും, എല്ലാം അടുപ്പിലിട്ട് വേവിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് മീനൊക്കെ കറിയായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മിഴുക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊരിക്കാൻ വേണ്ടിയുള്ള അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയൂണെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ ഒരു ജോലി എന്ന് പറയുന്നത് കേട്ടോ. കാരണം എത്ര മണിക്കൂർ നിന്നിട്ടെന്ന് പറഞ്ഞാൽ ഇരിക്കും ജോലി ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും നമുക്ക് ഒറ്റ സ്റ്റെപ്പിലൊന്നും നിന്ന് ചെയ്യാനൊന്നും കിച്ചൻ്റെ അകത്ത് പറ്റണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ കിച്ചൻ്റെ അകത്താണെങ്കിൽ ഭയങ്കര പിന്നെ ചൂടാണ് കേട്ടോ. എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ജനാല മാത്രം സൈഡിലുള്ളതുകൊണ്ട് മാത്രമായിരിക്കാം അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു കിച്ചണാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അങ്ങനെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്.